ഈ അങ്ങനെയല്ല. പല്ലൊന്നും വേണ്ട. ഇവിടെ വാർക്കയ്ക്കൊന്നും പലകയൊന്നും എടുക്കുന്നൊന്നുമില്ല. ഞങ്ങളുടെ ഇവിടെ അടുത്ത ദിവസം വാർക്കയുണ്ട്. എൻഎസ്എസിന്റെ കരയോഗമുണ്ട് അവിടെ. വാർക്കയ്ക്ക് പലക എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ ഇങ്ങനെ എനിക്കൊന്ന് 1-2 പ്രാവശ്യം ചിരിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ ഇപ്പൊ ഇത് മാത്രം ചിരിക്കാനായിരിക്കുന്നു. എല്ലാം വാർക്കയ്ക്ക് പലകയൊന്നും വേണ്ടെന്ന് ഓർത്തോണ്ടാ പറഞ്ഞെ. അതാ പറഞ്ഞ ഇവിടെ എൻഎസ്എസിന്റെ കരയോഗം വാർക്കുന്നുണ്ട്. അപ്പത്തേക്കും ഇവന്മാര് തട്ടടിക്കുന്നുണ്ട്. വേറെ പലയൊക്കെ വെച്ചിട്ട് കോൺക്രീറ്റ് ഇടത്തില്ലേ. ആ. കിട്ടുവാണെങ്കിൽ എല്ലാം എണ്ണി പിടിക്കുവാണെങ്കിൽ ഞാനിപ്പോ നോക്കി ഒന്ന് ചിരിച്ചേ. ഈ അതാ എണ്ണി പോയി. നല്ല വീതിയുള്ള സാധനം. ഏ? നല്ല വീതിയുണ്ട് പല്ലിന്. അപ്പൊ കറക്റ്റാ. അങ്ങോട്ട് അടിക്കി അങ്ങോട്ട് വെച്ചാൽ മതി. ആ. കോൺക്രീറ്റ് കഴിയുമ്പോൾ അവര് എടുത്ത് തരും. എടാ ക്രിഞ്ച് സത്യടാ കേറി ഇരുന്നിട്ട് എന്നെ എന്റെ ചാനലിൽ കയറി ഇരുന്നിട്ട് ചാനൽ മുതലാളിനെ ചുമ്മാ ഇട്ടോണ്ട് വലിക്കുക. ചോറിഞ്ഞാലോ ഇതാണ് ഇതാണ് കുഴപ്പം. നമ്മൾ എവിടെ ചെന്നാലും അംഗീകരിക്കത്തില്ല. സത്യം പറഞ്ഞ ആരും അംഗീകരിക്കത്തില്ല. എന്റെ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞല്ലോ. എന്നതാ ഏ എന്നാ ആച്ചാച്ചി പറഞ്ഞു. ആച്ചാച്ചി പറഞ്ഞു. അച്ചാച്ചിന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു പൊക്കവും ഇല്ല ഗ്ലാമറും ഇല്ല. എന്താ ചെയ്യാനെന്ന് പറയുന്നത്. അച്ചാച്ചി പറഞ്ഞു അല്ലെങ്കിൽ കഴിവുള്ള ഒരു ദൈവം അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാനില്ല പറയണ്ട. ആർക്ക് നിനക്ക് പൊക്കമില്ലെന്ന് നീ പറഞ്ഞ ചാച്ചിയോട്? അച്ചാച്ചിയോട് ഞാൻ പറഞ്ഞു പൊക്കവും ഇല്ല ഗ്ലാമറും ഇല്ല. എന്തുവാ അച്ചാച്ചി നീ കഴിവുള്ള ദൈവം അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്താ പറയണ്ട. അയ്യോ അയ്യോ അച്ചാച്ചി കോമഡി ആണല്ലോ. പിന്നെ അച്ചാച്ചിക്ക് എന്തൊക്കെ കോടിയാ എന്നാ പറയാണ്ടോ എന്റെ പൊന്നും. അച്ചാച്ചിന്റെ ഒരു ദിവസം കൊണ്ടുവല്ല ഇതില്. എന്നാ ഒത്തിരിക്കും. എന്നെ പോലല്ല. സിംഹ ഏ ചേച്ചി എന്നാ പിന്നെ ഇന്നത്തെ ലൈവ് തീർത്തു. ചേച്ചീനെ മാരി കൊല്ലും. ആണോ? ചേച്ചിയുടെ വീഡിയോ എടുത്തിട്ട് വേറെ വലിയൊരു ഹൈലൈറ്റ് ഇടും. അയ്യോ എന്താ പറയാ. വേണേ വിളിക്കാൻ കേട്ടോ. കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. ഞാൻ വിളിക്കാനാണെങ്കിൽ. എനിക്ക് വേണ്ട, ഉറങ്ങുവാണെ വിളിക്കണ്ട. നീ ഇത്രയും എനിക്ക് അപകട മുന്നറിയിപ്പ് തന്നിട്ട് ഇനി വേണ്ട. അയ്യോ പിന്നെ കൃഷ്ണ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു ബുദ്ധിമുട്ടാകുന്ന വേണ്ട കേട്ടോ. നീ ആ ലൊക്കേഷൻ ഇട്ടിട്ടാണ് ഞാൻ നാളെ രാവിലെ വീട്ടിലേക്ക് വന്ന് അതെ, ചായയും ഹിമാചൽ കാപ്പിയൊന്നും പ്രദേശിലോട്ട് ചെല്ലങ്ങോട്ട്. അവള് മൂക്കിലോട്ട് മഞ്ഞാ വലിച്ചു കയറ്റുന്നത്. ഓ ഹിമാചൽ പ്രദേശം മതി. വീട്ടിലോട്ട് ചെന്നിട്ട് ഇപ്പം നമുക്ക് ആലോചിക്കും. ഇപ്പൊ കാണുന്ന കുഴപ്പമൊന്നുമില്ല. വീട്ടുകാരൊന്നും ഞങ്ങൾ ഉറപ്പിക്കുക. പിന്നെ കല്യാണം കഴിയുമ്പോഴത്തേക്കല്ലേ ഉള്ളൂ. സ്ത്രീധനം എന്റെ ഒരു പൊക്കവും ഗ്ലാമറൊക്കെ വെച്ചിട്ട് കഴിഞ്ഞാണെങ്കിൽ ഒരു 25 പവനും ഒരു 15 ലക്ഷം രൂപയും കിട്ടിയാൽ മതിയെന്ന് തോന്നുന്നു അല്ലേ. കാർത്തുമ്മ, എടാ ഹാപ്പി. കാർത്തുമ്മയ്ക്ക് പറ്റിയ ആളാ. സിംഹത്തിന്റെ കൂട്ടിലാണ് ബ്ലൂ ബേർഡ് വന്നത്. ബ്ലൂ ബേർഡ് നാളെ കിണറിന്റെ അടുത്ത് ഇറങ്ങിയിരുന്നോ, കുടിക്കാൻ തയ്യാറായിരിക്കുമെന്ന് വെള്ളം. ഓ സിംഹത്തിന്റെ മട ഓ താരച്ചേച്ചി ലൈവ് പോയിട്ട് ഇതിലും വലിയ സിംഹം നമ്മുടെ രാജീവേട്ടല്ലേ. രാജീവേട്ടനെ വെള്ളം കുടിപ്പിച്ചില്ല. എനിക്കറിയത്തില്ല രാജീവേട്ടന്റെ ഭാര്യയും മറ്റേ ഞാൻ കൊച്ചിന് പേരിക്കില്ല അനുപമയാ. ഞാൻ അനുഭവം. ചോദിച്ചു കൊച്ചിന്റെ അച്ഛനാണെന്ന് ചോദിച്ചു. എന്നാ പറഞ്ഞു നീ ഞാൻ നാട്ടിൽ വരുമ്പോ ഒന്ന് കാണാതിരിക്കുവാന്ന് പറഞ്ഞു. ഓ അനുപമ പുള്ളിക്കാരന്റെ വൈഫല്ലേ? ആ ഞാൻ ചോദിച്ചു കൊച്ചിന്റെ അച്ഛനാണെന്ന് ചോദിച്ചു. അപ്പൊ താരച്ചേച്ചി എന്നോട് പറഞ്ഞു ഇവര് തമ്മിൽ ഒരു ബന്ധം ഉണ്ടോന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു കൊച്ചിന്റെ അച്ഛനാണെന്ന് ചോദിച്ചു. എനിക്കറിയായിരുന്നു ഒരു ഭാര്യ ഭർത്താവ്. ഞാൻ ചോദിച്ചു കൊച്ചിന്റെ അച്ഛനാണോ. കണ്ട ഒരു ഷേപ്പൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ അറിയാതെ പറഞ്ഞ. എന്നെ പറഞ്ഞു ഞാൻ നാട്ടിൽ വരണോ നിന്നെ ഒന്ന് വന്ന് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. രതീഷ് ബ്രോ വന്ന് ഈ ലൈൻ പൊട്ടിക്കുന്നു. രതീഷ് ബ്രോ അയ്യോ കാലൊക്കെ ഇടിച്ചിട്ടേ ആവുക. എന്നാ പറ്റിയോ? എന്റെ പൊന്നെ എന്താ പറയാ. ചേച്ചി ഏതായാലും മുടി അഴിച്ചിട്ടിട്ട് നിക്കണം കേട്ടോ. അതാമതി കറക്റ്റ്. തമാശ പറഞ്ഞല്ല. ആ മുടിയൊക്കെ അഴിച്ചിട്ട് ഇരിക്കണം. മുടിയൊന്നും ഇല്ലടാ, കെട്ടുകഥയില്ല. എല്ലാം പോയി ബാംഗ്ലൂരിലെ വെള്ളത്തിൽ. ഇനി ഇച്ചിരി തുത്തേ ഉള്ളൂ. അത് ഇനി അഴിച്ചു നിന്നാ ഉള്ളവരും കൂടെ പോകും. മുടിയുടെ കാര്യമല്ല പറഞ്ഞത്. ഇവിടെ വാർക്കപ്പടിക്കാർക്ക് മറ്റേ കെട്ടുകമ്പി കെട്ടാൻ മതി. സ്പ്രിങ്ങാ കറക്റ്റ് ആകുമ്പം കറക്റ്റ് മറ്റേ ഉടക്കിന് ഇങ്ങനെ ഇട്ട് വലിച്ചാൽ മതി. കറക്റ്റാ. ഇമാർക്ക് കാശ് കൊടുത്ത് 2-2.5 കിലോയുടെ കെട്ടുകമ്പി മേടിക്കേണ്ട കാര്യമില്ല. ഇതാകുമ്പോ കറക്റ്റ് വളഞ്ഞിരിക്കുക. ശകലം അങ്ങോട്ട് ഉടക്കി മതി. പിന്നെ ഈ കല്ല്
ആ ചേട്ടന് ഞാൻ വാടക